ചക്കപ്പായസം ഉണ്ടാക്കാനാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനൊന്ന് ചക്കപ്പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലോട്ട് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനു വേണ്ടി ഞാൻ 3 ശർക്കര 1 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കാൻ വെക്കുന്നുണ്ട്. നമുക്കിത് ഉരുക്കിയെടുത്തിട്ട് വരാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ചക്ക എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഫൈനായിട്ട് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ചക്കയൊക്കെ നന്നായിട്ട് അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്യാസിലേക്ക് ഒരു ഉരുളി വെച്ച് കൊടുക്കാം. അത് ചൂടായ ശേഷം നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കരയില്ലേ, അത് ഞാൻ അരിച്ചെടുത്ത് ഒരു മൊന്തയ്ക്കകത്ത് ഒഴിച്ച് വെച്ചതാണ്. അതിൽ നിന്ന് കുറച്ച് മാത്രമേ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ആവശ്യത്തിന് മധുരം നമുക്ക് ചക്കയിലുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ചെറുതായിട്ട് ചൂടായപ്പോൾ ഞാൻ നമ്മുടെ അരച്ച് വെച്ച ചക്ക ഇട്ട് കൊടുക്കുവാണേ. നല്ല മധുരമുള്ള ചക്കയാട്ടോ. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ കട്ടയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പലരും പല രീതിയിലാണ് ഉണ്ടാക്കാറ്, ഞാനിങ്ങനെ ഉണ്ടാക്കാറ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് 2ാം പാലാട്ടോ. 1 മുറിയും പിന്നെ ഒരു അരമുറിയും എടുത്ത് അരച്ച് അതിൻ്റെ പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. 1.5 ഗ്ലാസ്സോളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് 1ാം പാലും 2ാം പാലും ഞാൻ മാറ്റി വെച്ചേക്കുമായിരുന്നു കേട്ടോ. ഈ സമയത്ത് നമ്മൾ കുറേ പേര് റവ ഇട്ട് കൊടുക്കാറുണ്ട്, അതുപോലെ അരി അരച്ചിട്ട് കൊടുക്കാറുണ്ട്. കാരണം ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടി. ആൾ കൂടുതലുള്ളിടത്ത് മതിയാവായിരിക്കും തോന്നുന്നു അങ്ങനെ. ഇപ്പം ഞങ്ങൾ ഇവിടെ 3 പേരല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്കിത് ധാരാളം കേട്ടോ. നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ചക്കയൊക്കെ. നമ്മൾ ഈ സമയത്ത് നമ്മളിനി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ 1ാം പാലാണ്. 1ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇത് മുഴുവൻ ഞാൻ ഒഴിക്കുന്നില്ല, അത് കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. ഒരു ഗ്ലാസ്സോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്ര മതിയാവും കേട്ടോ. അപ്പം തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത്യാവശ്യം വലിയ തേങ്ങയായിരുന്നു കേട്ടോ. അതിൽ നിന്നാണ് ഞാൻ പാൽ പിഴിഞ്ഞെടുത്തത്. നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഞാനിത് നന്നായി തിളപ്പിക്കും, 2-3 വട്ടമൊക്കെ തിളപ്പിച്ചെടുക്കും. കാരണം എനിക്ക് തിളപ്പിച്ചാലൊരു സുഖം ഉണ്ടാവുള്ളൂ. പലരും പറയും പിരിഞ്ഞു പോകുന്നു, പക്ഷേ എനിക്ക് പിരിഞ്ഞു പോകാറില്ല കേട്ടോ. കാരണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് പിരിയില്ല. ഇത് ഇളക്കാണ്ടിരുന്ന് കഴിയുമ്പോഴാണ് നമുക്കത് പിരിയുന്നത്. ഒരുപാട് ഒരു മീഡിയം ലെവലിലൊക്കെ വെച്ചിട്ടാണ്, ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇളക്കി കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ പിരിയില്ല. പിന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 3 ഏലക്ക ചതച്ചതാട്ടോ. ഏലക്കപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല, ഞാൻ പൊടിയായിട്ട് ഇട്ടിട്ടില്ല, പിന്നെ ഏലക്കായിട്ട് തന്നെ ഇട്ടു കേട്ടോ. പിന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് വ്യത്യാസമാണ് കേട്ടോ. നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നെയ്യ് ചൂടായ ശേഷം നമ്മൾ കിസ്മിസും കാഷ്യൂ നട്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തേങ്ങാക്കൊത്ത് ഇങ്ങനെ നെയ്യിൽ വറുത്തെടുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനത് ഇട്ട് കൊടുത്തില്ല, ഇതാണ് ഇട്ട് കൊടുക്കണം. പലരും അത് മാത്രം ഇട്ട് കൊടുക്കും, ചിലർ ഇത് മാത്രം ഇട്ട് കൊടുക്കുക, അങ്ങനെയാണ്. പക്ഷെ ഞാൻ ഇതാണ് ഇട്ട് കൊടുത്തത്. ചിലരെല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ നെയ്യും കൂടി അതിനകത്ത് ഒഴിക്കും കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്, പിരിഞ്ഞൊന്നും പോകില്ല കേട്ടോ. അപ്പം ഞങ്ങൾക്ക് 3 പേർക്ക് മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഫ്രണ്ട്സ്, നമ്മുടെ ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചക്കപ്പായസം കേട്ടത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.